മക്കത്തോനിത്ത റസൂലേ പൊന്തിങ്കൾ നബിയേ ഹബീബേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മണിമോത്ത് മദീനയിലാണോ മന്ദാര ചെപ്പിന്നഴകാണോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയേ കരുണ കടലോരേ മുത്ത് നബി ശഫീഉൽ ഉമ്മ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്ശറിൽ കഠിന സമയത്തും ഉമ്മത്തേ എന്നോ രത്തോരേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയേ മുഹമ്മദ് നബിയേ നബിമാരിലുള്ള ശഫീഇ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്തല്ലാതെ ഞങ്ങളിൽ ഇല്ല തണിയേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സ്വലാത്തിന്റെ മഹത്തായ ഒരു സദസ്സിലായി നമ്മൾ അല്ലാഹു നമ്മിൽ നിന്നും ചൊല്ലിയ ദിക്റുകളും സ്വലാത്തുകളും ഫാത്തിഹകളും എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്ത മുഴുവൻ സ്വതക്കകളും ഹദിയകളും എല്ലാം അല്ലാഹു അവന്റെ അളവറ്റ അപാര കാരുണ്യം കൊണ്ട് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഈ നാട്ടിൽ നിന്നും ഹജ്ജിന് പോയിരിക്കുന്ന 3ഓളം കുടുംബങ്ങൾ 4ഓളം കുടുംബങ്ങൾ അല്ലാഹു അവർക്കെല്ലാം മഖ്ബൂലും മർദിയുമായ ഹജ്ജും ഉംറയും സിയാറത്ത് നടത്താനും നമുക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാനുള്ള മഹാ സൗഭാഗ്യം അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. തലവേദനയാണ് തുടങ്ങി. നമ്മുടെ നാട്ടിൽ നിന്നും ഇന്ന് അസ്ർ കഴിഞ്ഞപ്പോ പരീദ സാഹിബ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉസ്താദേ 4 ഉംറ ചെയ്തു, ഞങ്ങൾ മദീനത്തിൽ നിന്ന് മക്കയിലേക്ക് പോകാൻ പോവാണ്. ഇന്നലെ 2 ദിവസം മുമ്പ് നമ്മുടെ ഇബ്രാഹിം വിളിച്ചിരുന്നു. അവരും പറഞ്ഞു ഉസ്താദേ ഉംറയൊക്കെ ചെയ്ത് ചൂട് കൂടുതലാണ് എന്നൊക്കെ. അല്ലാഹു അവർക്ക് നല്ല കാമിലായ ഈമാനോട് കൂടി മുഴുവൻ അമലുകളും ചെയ്യാനും എല്ലാ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമുക്കും അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ആ പുണ്യഗേഹം സന്ദർശിക്കാനും അവിടെ പോകാനും അമലുകൾ കൊണ്ട് ധന്യമാക്കാനും എല്ലാം അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ദുൽഹിജ്ജ 1 മുതൽ പുണ്യമുള്ള എന്നറിഞ്ഞു വ്യാഴാഴ്ച അല്ലേ, വ്യാഴാഴ്ച മുതൽ പുണ്യമുള്ള ഒരു അമലാണ് തക്ബീർ ചൊല്ലൽ. ദുൽഹിജ്ജ 1 മുതൽ ദുൽഹിജ്ജ 10 വരെ ഉദ്ഹിയ്യത്തിന്റെ മൃഗത്തെ കാണുന്ന സമയത്ത് എപ്പോഴൊക്കെയാണോ നിങ്ങൾ അതിനെ കാണുന്ന സമയത്തൊക്കെ തക്ബീർ ചൊല്ലൽ ശക്തിയായി സുന്നത്താണ്. ഈ കൂട്ടത്തിൽ തക്ബീർ ഇന്ന് ചൊല്ലിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കി. പിന്നെ 1 മുതൽ 10 വരെ
ഉളുഹിയത്തിന്റെ മൃഗത്തെ എപ്പോ കണ്ടാലും അതിന്റെ ശബ്ദം കേട്ടാലും വളരെ ശക്തിയായ സുന്നത്താണ് തക്ബീർ ചൊല്ലൽ. അതല്ലാത്ത സമയത്തും നമ്മൾ വെറുതെ നടക്കുമ്പോഴേ ഇരിക്കുമ്പോഴെല്ലാം സുന്നത്ത് 1 മുതൽ 10 വരെയുള്ള ഒരു സുന്നത്താണ്. ഒന്ന് ചൊല്ലി വെക്കാലോ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അത് കേൾക്കുമ്പോ തന്നെ അല്ലേ മനസ്സിന് വല്ലാത്തൊരു ആനന്ദം. അള്ളാന്റെ ദിക്റുകളാണ്, അള്ളാനെ കുറിച്ച് ഓർക്കാനുള്ള മാർഗങ്ങളാണ്. ഏറ്റവും വലിയ ദിക്ർ ഏതാ? ഏറ്റവും വലിയ ദിക്ർ ഏതാ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ദിക്ർ അതാര പറഞ്ഞ? അതെ, ന്യൂനിക്കായ പറഞ്ഞു. ഏറ്റവും വലിയ നമുക്കൊക്കെ അറിയാം. എപ്പോഴും നമ്മളെല്ലാ നിസ്കാരത്തിന്റെ അവസാനം അറിയും ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ഈ ഭൂമുഖത്തുള്ള എല്ലാത്തിനേക്കാളും ശക്തമായ നബി തങ്ങൾ പഠിപ്പിച്ചു അൽ ഈമാൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ ഈമാനിന് 70-ലധികം ശാഖകളുണ്ട്. ആ 70-ലധികം ശാഖകളിൽ ഏറ്റവും താഴ്ന്നത് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖി ശഫീഉനാ റസൂലുള്ളാഹി. നിങ്ങൾ നടന്നു പോണ വഴിയിൽ ഒരു കല്ല് കിടക്കുന്നത് കണ്ടു. റോട്ടിലൂടെ ദിനം പ്രതി വാഹനങ്ങൾ പോകുന്നതാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ വഴിയിൽ നിങ്ങൾ ഒരു കല്ല് കണ്ടാൽ, ആ കല്ലിൽ ഒരു മോട്ടോർ സൈക്കിൾ കയറിയാൽ, ആ വണ്ടി മറിയുമെന്ന് നമുക്ക് തോന്നിയാൽ ഇമാത്തത്തുൽ അദാ അനി ത്വരീഖി, വഴിയിൽ കിടക്കുന്ന കല്ലെടുത്തുകൊണ്ട് ആ സൈഡിലേക്കൊന്ന് മാറ്റിയിടുന്നുണ്ടല്ലോ. ഈമാനിന്റെ 70-ലധികം ശാഖകളുണ്ട്. ആ ശാഖകളിൽ ഏറ്റവും താഴെയുള്ളത് അതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈമാനിന്റെ ഏറ്റവും താഴെ ഏറ്റവും ചെറിയ നിസ്സാര കാര്യം വഴിയിലെ തടസ്സം നീക്കലാണ്. കഴിഞ്ഞ ദിവസം നമുക്ക് മുന്നറിയിപ്പുകൾ തന്നതാണ്. ഉസ്താദുമാര് സുബഹിക്ക് പള്ളിയിലേക്ക് പോകുമ്പോൾ കയ്യിൽ ഒരു വാക്കത്തി കരുതണമെന്ന്. എന്തിനാ കയ്യില് വാക്കത്തി കരുതണേ? പോരുന്ന വഴിയിൽ കാറ്റും മഴയൊക്കെയാണ്. വല്ല മരങ്ങളും റോട്ടിലേക്ക് ചാഞ്ഞു കിടന്നാൽ ഉസ്താദ് കയ്യിൽ കരുതിയ ചിലപ്പോ സുബഹിയുടെ വക്കത്തിന് പോകുന്ന ഉസ്താദായിരിക്കും, ബാങ്ക് വിളിക്കാൻ പോണ ഉസ്താദാണ്. പോന വഴിയിൽ വണ്ടി എന്താണ് കടന്നു പോകാൻ പറ്റാത്തൊരു തേക്ക് വീട് എടുക്കുകയാണ്. വാക്കത്തി കയ്യിലുണ്ടെങ്കിൽ അതിന്റെ സൈഡെങ്കിലും ഇത്തിരി കട്ട് ചെയ്തിട്ട് വണ്ടി എടുത്തോണ്ട് പോരാ. സുബഹിയുടെ ഭാഗം മുടങ്ങാതെ കൊടുക്കാം. കഴിഞ്ഞ സ്വലാത്ത് വാർഷികത്തിന്റെ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു, വെണ്ടുവഴിയിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്വലാത്ത് വാർഷികത്തിന് മഴ പെയ്യാത്ത. സ്വലാത്ത് വാർഷികം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കയറിയപ്പോ തന്നെ തുടങ്ങിയ മഴ തീർന്നത് ഇന്നലെ രാത്രിയാണ്. ഇന്നലെ രാത്രിയാണ് അന്ന് തുടങ്ങി അന്ന് പിടിച്ച മഴ. ആ മഴ തീർന്നത് ഇന്നലെയാണ്. ഇന്ന ഒരു ആശ്വാസമായി. എത്ര നല്ല ദിവസമാണ് നമ്മൾ ആ തീരുമാനിച്ച ദിവസം. അതിനുശേഷമുള്ള ഏതെങ്കിലും ദിവസമാണ് നമ്മൾ സ്വലാത്ത് വാർഷികം നിശ്ചയിച്ചെങ്കിൽ അത്തരം ഭംഗിയാക്കിയാൽ നടത്താൻ പറ്റുമോ? ഇതാണ് റബ്ബിന്റെ ത്വാഅത്തും റബ്ബിന്റെ തൗഫീഖും എന്നൊക്കെ പറഞ്ഞ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈമാനിന് 70-ലധികം ശാഖകളുണ്ട്. ആ ശാഖകളിൽ ഏറ്റവും താഴെയുള്ളത് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖി.
നടന്നു പോകുന്ന വഴിയിൽ കാണുന്ന തടസ്സമുണ്ടല്ലോ, അതൊരു കുപ്പിച്ചില്ലാകാം, അല്ലെങ്കിൽ അതൊരു പഴത്തൊലിയാവാം, അല്ലെങ്കിൽ അതൊരു കരിയിലയാവാം, എന്തുമാവട്ടെ വഴിയിലെ തടസ്സമാണെന്ന് മുസ്ലിമായ ഈമാനുള്ള വിശ്വാസിക്ക് തോന്നിയാൽ അതൊന്ന് എടുത്ത സൈഡിലേക്ക് മാറ്റിവെക്കുന്നത് അവന്റെ ഹൃദയത്തിലെ ഈമാനിന്റെ അടയാളമാണ്. നബി മുഹമ്മദ് മുസ്തഫ ദിക്റാണ് നബി തങ്ങൾ പറയുന്നു. 70ഓളം ശാഖകളുള്ള ഈമാനിന്റെ ഏറ്റവും മുകളിലുള്ളത് അതിന്റെ ഏറ്റവും മുകളിലുള്ളത് കലിമത്തു തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതാണ്. മാത്രമല്ല പരിശുദ്ധമായ ഖുർആൻ, അതും ദിക്റാൻ. ഖുർആൻ മുഴുവനും ഖുർആൻ ഓതുന്നത് മുഴുവനും ദിക്റാണ്. ഖുർആൻ തന്നെ പറയുന്നു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഖുർആൻ പറയുന്നു, അലാ അറിയണം, ബിദിക്രില്ലാഹ് അല്ലാഹുവിനെ സ്മരിക്കൽ കൊണ്ട്, അല്ലാഹുവിനെ സ്തുതിക്കൽ കൊണ്ട്, അല്ലാഹുവിനെ ഓർക്കൽ കൊണ്ട്, അല്ലാഹുവിനെ ധാരാളമായി പറയൽ കൊണ്ട് ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അസ്സ വജൽ. ഏറ്റവും കൂടുതൽ നമ്മുടെ ഹൃദയത്തിനെ തണുപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനം ഈ ദുനിയാവിലുണ്ടെങ്കിൽ അത് കലിമത്ത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ വാക്ക്. ഉറക്കം വരാതെ ഇങ്ങനെ വീട്ടിൽ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ദിക്റ് ചൊല്ലിയൊക്കെ പെട്ടെന്ന് ഉറങ്ങി അല്ലേ? അന്ന് പരീക്ഷിച്ചു നോക്കണം നിങ്ങളൊക്കെ. നമ്മുടെ ഈ നാട്ടിലെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കൂ. ഈ കാർന്നവന്മാരും കൂടി ഈ പള്ളിയിൽ വന്നില്ലെങ്കിൽ കത്തീവും മുക്കുറിയും മാത്രമാവും. ഈ ചെറുപ്പക്കാർ ഇവിടെ പോയി ഈ നാട്ടിലെ 279 വീടുണ്ട് മഹല്ല്. ഈ മഹല്ലിൽ ഒരു 20ന്റെയും 35ന്റെയും ഇടയിലുള്ള കുട്ടികൾ എവിടെയാണ്? ഈ കാർന്നവന്മാരും കൂടി ഈ പള്ളിയിൽ വന്നില്ലെങ്കിലുള്ള അവസ്ഥ എന്താ? അല്ലാഹു കാക്കുമാറാവട്ടെ. അല്ലാഹുവിലേക്ക് അടുക്കണം നമ്മൾ, അല്ലാഹുവിനെ ഓർക്കണം നമ്മൾ. ഖുർആൻ തന്നെ പറയുന്നു, ഫദ്കുറുനി അദ്കുറുകും. എന്നെ നിങ്ങൾ ഓർത്താൽ നിങ്ങളെ ഞാനും ഓർക്കുന്നതാണ്. അല്ലാഹുവിനെ ഓർക്കണം, അല്ലാഹുവിനെ ഓർക്കണം. അല്ലാഹുവിനെ ഓർക്കാൻ വേണ്ടിയാണ് നമ്മുടെ അമലുകൾ. നബി തങ്ങൾ പറയുന്നു, റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂലിയുള്ള ദിവസം, അമലുകൾ ചെയ്യാൻ പിന്നെ ഏറ്റവും കൂലിയുള്ള ശ്രേഷ്ഠമായ ദിവസം ദുൽഹിജ്ജ 1 മുതൽ 10 വരെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ചെയ്ത ഉപകാരങ്ങൾക്ക്, അല്ലാഹു ചെയ്ത നിഅമത്തുകൾക്ക് നമ്മൾ നന്ദിയുള്ളവരാകണം. ആ നന്ദി പ്രകടിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ നമ്മൾ എന്താണ് തെരഞ്ഞെടുക്കേണ്ട സമയം? അത് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയാണ്. അത് എവിടെയാണ് അതിന് തെളിവ്? ഖുർആൻ തന്നെ പറയുന്നു, ഇന്നാ അഅതൈനാകൽ കൗസർ. ഖുർആൻ പറയുന്നു, ഇന്നാ അഅതൈനാകൽ കൗസർ. നബിയെ, അങ്ങേക്ക് ഞാൻ കൗസർ എന്ന ഹൗള് തന്നില്ലേ? ലോകത്തെ എല്ലാ പ്രവാചകന്മാർക്കും ഒരു ഹൗളുണ്ട്. ലോകത്ത് പരലോകത്ത് എല്ലാ പ്രവാചകന്മാർക്കും ഒരു ഹൗളുണ്ട്. വഹൗലി ഹൗലുൽ കൗസർ. നബി തങ്ങൾ പറയുന്നു, എന്റെ ഹൗല് അത് ഹൗലുൽ കൗസറാണ്. മാത്രമല്ല നബി തങ്ങളോട് അല്ലാഹു പറയുന്നു, ഇന്നാ അഅതൈനാകൽ കൗസർ. അങ്ങേക്ക് ഞാൻ കൗസർ എന്ന ഹൗള് തന്നില്ലേ? അതിന് നന്ദിയായിട്ട് ഫസ്വല്ലി, അങ്ങ് നിസ്കരിക്കണേ. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. അങ്ങയുടെ റബ്ബിന് വേണ്ടി അങ്ങ് ഉദ്ഹിയ്യത്ത് അറക്കണേ. പരിശുദ്ധ ഖുർആൻ. നന്ദിയായിട്ട് നിസ്കരിക്കുകയും ചെയ്യണം,
ഉദ്ഹിയത്തറക്കം ചെയ്യണം. ഈ ഏറ്റവും ചെറിയ സൂറത്തിൽ പറയുന്നത് നിസ്കാരം എന്നത് ദീനിന്റെ തൂണാണ്. ഉദ്ഹിയത്തറക്കുന്നവൻ നബി തങ്ങൾ പറയുന്നു, ഉദ്ഹിയത്തറക്കാൻ കഴിവുണ്ടായിട്ട് ഉദ്ഹിയത്തറക്കാത്തവൻ ഫലാ യഖ്റബന മുസല്ലാനാ ശഫീഉനാ റസൂലുള്ളാഹി. ഉദ്ഹിയത്തറക്കാൻ കഴിവുള്ളവനെ, നീ ഉദ്ഹിയത്തറക്കാൻ കഴിവുണ്ടായിട്ടും ഉദ്ഹിയത്ത് നീ അർപ്പുന്നില്ലെങ്കിൽ നിസ്കരിക്കാൻ വേണ്ടി നമ്മുടെ മുസല്ലയിലേക്ക് അവൻ വന്നുകൂടാ. ശഫീഉനാ റസൂലുള്ളാഹി. ഹജ്ജിന് പോകാൻ കഴിവുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാതെ മരിച്ചു പോകുന്നവൻ ജൂതനോ നസ്രാനിയോ ആയിട്ട് മരിച്ചു പോകണമെന്നാണ് നബി മുഹമ്മദ് മുസ്തഫ. അത്രയും ഗൗരവമാണ്. ആമിറുൽ ഗദ്ദാഫി എന്ന ലിബിയക്കാരനെ കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ ദിവസം കേട്ട് കാണുന്നു അല്ലേ? എന്തൊരു അത്ഭുതമാണ്, എന്തൊരു അത്ഭുതമാണത്. നമ്മൾ ആരുമല്ല. ഹജ്ജിന് പോകാൻ ഒരാള് ഇഹ്റാം കെട്ടി കഴിഞ്ഞാൽ ആ മണ്ണിലെത്തി ഉംറയും ഹജ്ജും ചെയ്യുക എന്നത് റബ്ബിന്റെ നിശ്ചയമാണ്. ഈ ലോകത്ത് ഒരു ശക്തിക്കും അത് തടുക്കാൻ കഴിയില്ല. ആമിറുൽ ഗദ്ദാഫി എന്ന ലിബിയക്കാരൻ എന്തൊരു സുന്ദരമാണ്. ആ വാർത്തകൾ കാണുമ്പോൾ എന്റെ രോമമാസകലം എഴുന്നേറ്റിരുന്നു പോയി. ആമിറുൽ ഗദ്ദാഫി എന്ന് പറയുന്ന ലിബിയക്കാരൻ അദ്ദേഹം സാധാരണ ഒരു ഹജ്ജ് ഗ്രൂപ്പിന്റെ കൂടെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് ചില ലീഗൽ പ്രൊസീജിയർ വരുന്നു. ലീഗലായി ഒന്ന് രണ്ട് കാര്യങ്ങൾ അവർക്കൊരു കൺഫർമേഷൻ ചെയ്യാനുള്ളത് കൊണ്ട് അവരൊന്ന് പെൻഡിങ്ങിൽ വെച്ചു. ആമിറുൽ ഗദ്ദാഫിയെ കൂടെ വന്ന ഹാജിമാര് എല്ലാവരും ഫ്ലൈറ്റിലേക്ക് കയറി. എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു, എന്താണ് ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ കുറച്ച് സമയം വേണം. അങ്ങനെ ആമിറുൽ ഗദ്ദാഫിയുടെ പാസ്പോർട്ട് എല്ലാം ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് ആമിറുൽ ഗദ്ദാഫിയുടെ കയ്യിലേക്ക് കൊടുത്ത് ഫ്ലൈറ്റിലേക്ക് ചെല്ലാൻ നോക്കുമ്പോൾ പക്കത്താ പൈലറ്റ് പറഞ്ഞു, ഇനി ആരെയും കേറ്റൂല, ഞങ്ങൾ പോകാൻ പോവാ. പൈലറ്റ് പറഞ്ഞു, ഇനി ആരെയും കേറ്റില്ല, ഞങ്ങൾ ക്ലോസ് ചെയ്തു, ഞങ്ങൾ പോകാൻ പോവാന്ന് പറഞ്ഞു. ആമിറുൽ ഗദ്ദാഫി പറഞ്ഞു, ഞാൻ ഹജ്ജിന് വേണ്ടി നിയ്യത്ത് ചെയ്തവനാണ്, ഞാൻ ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടിയവനാണ്, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നു. ലിബിയ എയർപോർട്ടിൽ നിന്നെന്താണ് ഉയർന്നു പോയ ആ ഫ്ലൈറ്റ് തകരാറ് മൂലം വീണ്ടും ആ എയർപോർട്ടിൽ നിന്ന് ഉയർന്നു പോയ ആ ഫ്ലൈറ്റ് ആ എയർപോർട്ടിൽ വീണ്ടും വന്ന് ഇറക്കുന്നു. ആദ്യം പൊങ്ങിപ്പോയ ഫ്ലൈറ്റ് എന്തോ കാരണം കൊണ്ട് വീണ്ടും എയർപോർട്ടിലേക്ക് വന്ന് ഇറക്കി കഴിഞ്ഞപ്പോഴോ വീണ്ടും ആമിറുൽ ഗദ്ദാഫി വന്ന് കയറാൻ ശ്രമിച്ചു. പൈലറ്റ് പറഞ്ഞു, കേറ്റൂല. രണ്ടാമതും വണ്ടിയെടുത്തുകൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്നു. ആ വിമാനത്തിന് തകരാറ് സംഭവിച്ചു. വീണ്ടും ആ എയർപോർട്ടിൽ തന്നെ ഇറക്കേണ്ടി വന്നു. അപ്പോഴും ആമിറുൽ ഗദ്ദാഫി ആ എയർപോർട്ടിൽ തന്നെ ഇരിക്കുകയാണ്. പിന്നെ പൈലറ്റ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇനി ഈ ഫ്ലൈറ്റ് ഇവിടുന്ന് പൊങ്ങണമെങ്കിൽ ആമിറുൽ ഗദ്ദാഫി കയറാതെ ഈ ഫ്ലൈറ്റ് ഇവിടുന്ന് പൊങ്ങൂല. രണ്ടാമത് ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞപ്പോ പൈലറ്റ് ഇറങ്ങി വന്നിട്ട് അവിടുത്തെ ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, ഈ ഇരിക്കുന്ന ആമിറുൽ ഗദ്ദാഫി ഇല്ലാതെ ഇനി ഫ്ലൈറ്റ് ഇവിടുന്ന് പൊങ്ങൂല. അങ്ങനെ അദ്ദേഹത്തെ മൂന്നാമത് ആ വണ്ടിയിലേക്ക് കയറ്റി ഹജ്ജിന് പോയത്. സോഷ്യൽ മീഡിയയിൽ വാർത്തകളിൽ വിശദമായി അതിന്റെ വീഡിയോ ഉൾപ്പെടെ കണ്ടവരാണ്. അത്ഭുതമല്ലേ, ഇത് അത്ഭുതമല്ലേ. വിളി കേട്ടത് ഉമ്മയുടെ ഗർഭാശയത്തിൽ വച്ചായാലും ഉപ്പയുടെ ഉദരത്തിൽ വച്ചായാലും ജീവിതത്തിൽ ഹജ്ജ് ചെയ്യണമെന്ന് ഒരാൾ നിയ്യത്ത് ചെയ്ത് ആഗ്രഹിച്ച് ഇഹ്റാം കെട്ടിയാൽ അവനെ എന്താണ് പിന്തിരിപ്പിക്കാൻ പിന്നെ ഒരു ശക്തിക്കും സാധ്യമല്ല. ഇഹ്റാം കെട്ടിയവൻ ഹജ്ജ് ചെയ്യാതെ മരിച്ചു പോയാലും അവന് ഹജ്ജിന്റെ കൂലിയാണ് നബി മുഹമ്മദ് മുസ്തഫ.
ഇഹ്റാം ചെയ്തവൻ ഹജ്ജ് ചെയ്യാൻ പറ്റിയില്ല. പണ്ടൊരിക്കൽ ഒരു രാജാവ് ഹജ്ജിന് പോയി. രാജാവ് ഹജ്ജിന് പോയപ്പോൾ ആ വർഷം 4000 പേര് വന്നിട്ടുണ്ടായിരുന്നു ഹജ്ജിന്. അങ്ങനെ 4000 പേര് ഹജ്ജിന് വന്നിട്ട് 4000 പേരുടെയും ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചില്ല. ഒരേ ഒരാളുടെ ഹജ്ജ് മാത്രമാണ് അല്ലാഹു സ്വീകരിച്ചത്. അങ്ങനെ അതാ കഅബാലയത്തിന്റെ പരിസരത്ത് കിടന്ന് ആ രാജാവ് അബ്ദുല്ലാഹിൽ മുബാറക് രാജാവ് അവിടെ കിടന്നുകൊണ്ട് ഉറങ്ങിയപ്പോൾ ഒരു സ്വപ്നം കണ്ടു. ഈ വർഷം 4000 പേര് ഹജ്ജിന് വന്നിട്ടുണ്ട്. ഈ 4000 പേരുടെയും ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഹജ്ജിന് പോകാൻ നെയ്യത്താക്കി പണം സ്വരൂപിച്ച ഒരു മനുഷ്യനുണ്ട്. അബ്ദുല്ലാഹിബ്ൻ മുബാറക് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനുണ്ടല്ലോ ഹജ്ജിന് പോകാൻ വേണ്ടി കരുതിയിരുന്ന പൈസ സ്വരൂപിച്ചു വെച്ചു. പക്ഷെ അദ്ദേഹത്തിന് ഹജ്ജിന് പോകാൻ കഴിഞ്ഞില്ല. ആ മനുഷ്യന്റെ ഹജ്ജിന്റെ ചെയ്യാത്ത ഹജ്ജിന്റെ കൂലി കൊണ്ട് ഈ 4000 പേർക്കും അല്ലാഹു തആല പുറത്തു കൊടുത്തു. ശഫീഉനാ റസൂലുള്ളാഹി. എങ്ങനെയാണത്? അങ്ങനെ ഈ രാജാവ് അന്വേഷിച്ചു ചെന്നു, ആരാണ് അബ്ദുല്ലാഹിബ്ൻ മുബാറക്. അന്വേഷിച്ചപ്പോൾ ആ നാട്ടിൽ ചെന്ന ഒരു രാജാവ് ഇന്നാലിന്റെ വ്യക്തി ആരാണെന്ന് ചോദിക്കുമ്പോൾ അവിടെയുള്ളവർ പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന അബ്ദുല്ലാഹിബ്ൻ മുബാറക് എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഇല്ല. പക്ഷേ ഒരു ചെരുപ്പ് കുത്തിയായ ഒരു മുബാറക് ഇവിടെയുണ്ട്. അദ്ദേഹം ഇരിക്കുന്നത് ആ മലഞ്ചെരുവിലാണ്. പക്ഷേ രാജാവേ, നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ അദ്ദേഹമല്ല. രാജാവ് പറഞ്ഞു, എനിക്കൊന്ന് കാണണമല്ലോ. ആ രാജാവ് അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങയുടെ ജോലി എന്താ? അദ്ദേഹം പറഞ്ഞു, എന്റെ ജോലി ചെരുപ്പ് കുത്തലാണ്. ചെരുപ്പ് കുത്തി ഞാൻ കൊല്ലങ്ങളോളം സൂക്ഷിച്ചു വെച്ച് എന്താന്ന് പറഞ്ഞു. എനിക്ക് ഹജ്ജിന് പോകാൻ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് ഹജ്ജിന് പോകാൻ സാധിച്ചില്ല. കാരണം തിരക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനതാ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമായിരുന്നു ഒരു ഹജ്ജ് ചെയ്യുക എന്നത്. എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്. മാത്രമല്ല എന്റെ ഭാര്യ ഗർഭിണിയും കൂടിയാണ്. എന്നിട്ടും ഞാൻ ചെരുപ്പ് കുത്തി കിട്ടുന്ന തുട്ടുകൾ ഇങ്ങനെ ശേഖരിച്ച് ഈ വർഷം ഹജ്ജിന് പോകാമെന്ന് ഞാൻ നെയ്യത്ത് ചെയ്തു. അങ്ങനെ ഹജ്ജിന് പോകാൻ നെയ്യത്താക്കിയിട്ട് ഞാൻ ഇരിക്കുമ്പോൾ എന്റെ ഭാര്യ പറഞ്ഞു, അല്ലയോ, നമ്മുടെ വീടിന്റെ അപ്പുറത്ത് നിന്ന് നല്ല കറി മാംസം ചെന്നാണ് മാംസം പാകം ചെയ്യുന്ന മണം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഗർഭിണിയായ എനിക്കത് കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ഈ ചെരുപ്പ് കുത്തിയായ ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവ് അടുത്ത വീട്ടിൽ ചെന്നിട്ട് അവരോട് പറയുന്നു, നിങ്ങൾ പാകം ചെയ്യുന്ന കറി അല്പം എനിക്ക് തരുമോ? ഗർഭിണിയായ എന്റെ ഭാര്യയ്ക്ക് കൊടുക്കാനാണ്. അയൽവക്ക വീടാണ്. അയൽവക്കത്ത് ചെന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞത് കേട്ട് ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഭക്ഷണം ഹറാമും എനിക്ക് ഇത് ഹലാലുമാണ്. നിങ്ങൾക്ക് ഈ ഭക്ഷണം ഹറാമും എനിക്ക് ഇത് ഹലാലുമാണ്. ഒരാഴ്ചയോളമായി എന്റെ മക്കൾ പട്ടിണിയാണ്. ഇവിടെ ഞങ്ങൾക്ക് കുടുംബനാഥനില്ല. അങ്ങനെ മരുഭൂമിയിൽ ചത്തകിടന്ന ഒരു കാട്ടുകഴുതയെ എന്റെ മക്കൾ എടുത്തുകൊണ്ടുവന്നപ്പോൾ അതിനെയാണ് വേവിച്ച് എന്റെ ബണ്ടാണ്. ഒരു നേരത്തെ വിശപ്പടക്കാൻ കഴിവില്ലാത്ത എന്റെ മക്കൾക്ക് ഞാൻ വേവിച്ച് പാകം ചെയ്തു കൊടുക്കുന്നത് ചത്ത ജീവിയുടെ ഇറച്ചിയാണ്. നിങ്ങൾക്കിത് ഹറാമാണ്, ഞങ്ങൾക്കിത് ഹലാലാണ്.
എന്ന് ആ അയൽവക്കത്തുള്ള സഹോദരി അബ്ദുല്ലാഹി ഇബ്നു മുവഫക്കിനോട് പറഞ്ഞപ്പോ അദ്ദേഹം അതാ നേരെ വീട്ടിലേക്ക് വന്ന് അദ്ദേഹത്തിന്റെ ജീവിതാഭിലാഷമായ ഹജ്ജ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം സൂക്ഷിച്ചു വെച്ച ആ നാണയത്തുട്ടുകൾ മുഴുവനും എടുത്തുകൊണ്ടുപോയി അയൽവക്കത്തുള്ള തന്റെ അയൽവാസിയെ സുഭിക്ഷമായ ഭക്ഷണം കൊടുത്തുകൊണ്ട് സുഭിക്ഷമായ വസ്ത്രം കൊടുത്തുകൊണ്ട് അവരെ പരിപാലിച്ച് ഹജ്ജിന് പോകാനുള്ള ആ ആഗ്രഹത്താൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ രാജാവ് അവിടെ ചെല്ലുന്നത്. രാജാവ് കണ്ട സ്വപ്നം അതായിരുന്നു. ഹജ്ജിന് പോകാൻ വച്ചിരുന്ന പൈസ തൊട്ടയൽവക്കത്തെ വീട്ടിലെ പാവപ്പെട്ടവരുടെ മക്കളെയും അവിടുത്തെ കുടുംബത്തെയും പരിപാലിക്കുന്നതിനും അവരുടെ ദാരിദ്ര്യം മാറുന്നതിനു വേണ്ടി ഞാൻ കൊടുത്തു. പക്ഷേ ഹജ്ജ് ചെയ്യാതെ എനിക്ക് അതിന്റെ പ്രതിഫലം അല്ലാഹു തന്നു. ആ ഹജ്ജിന്റെ ബറക്കത്ത് കൊണ്ടാണ് ഈ വർഷം 4000 പേര് വന്ന ഹാജിമാരുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചതെന്ന് പറയുമ്പോൾ ആ മനുഷ്യനതാ വല്ലാതെ വിങ്ങിപ്പൊട്ടുകയാണ്. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ ഹജ്ജ് ചെയ്യണമെന്ന നെയ്യത്തുണ്ടെങ്കിൽ, ഹജ്ജിന് പോകാൻ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എന്തെന്ത് തടസ്സങ്ങൾ വന്നാലും എന്തെന്ത് പ്രയാസങ്ങൾ വന്നാലും എന്തെന്ത് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും പരിശുദ്ധമായ ആ പുണ്യഭൂമിയിൽ എത്തുക തന്നെ ചെയ്യുമെന്നാണ്. അവരോടുള്ള ഐക്യദാർഢ്യമാണ് നമ്മുടെ അറഫാ നോമ്പും ഉദ്ഹിയ്യത്ത് കർമ്മവും. ഒരുപാട് അമലുകൾ നമ്മൾ ചെയ്യണം. ജീവിതത്തിൽ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ നിസ്കാരമാണ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? നിസ്കാരമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നബി തങ്ങൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ ഉദ്ഹിയ്യത്ത് ഇറക്കുന്നതാണ്. ഉദ്ഹിയ്യത്ത് എന്നത് നിസ്സാരമായ കാര്യമല്ല. നബി തങ്ങൾ പറയുന്നു, ഹസ്സിനൂ ലഹായാകും ഫഇന്നഹാ മത്വായാകും. ഉദ്ഹിയ്യത്ത് ഇറക്കൽ എന്ന് പറഞ്ഞാൽ ഹസ്സിനൂ ലഹായാകും, നിങ്ങൾ ഉദ്ഹിയ്യത്ത് ഇറക്കുന്ന മൃഗങ്ങളുണ്ടല്ലോ, ആ മൃഗങ്ങളെ നിങ്ങൾ നന്നാക്കണം. ഫഇന്നഹാ മത്വായാകും, അത് സിറാത്ത് പാലത്തിൽ നിങ്ങളുടെ വാഹനമാണ്. നബി മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി 10 വർഷം അവിടെ ജീവിച്ചു. ആശ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മദീനത്തി 10 സിനീന. 10 വർഷം നബി തങ്ങൾ മദീനയിൽ താമസിച്ചു. ആ 10 വർഷവും നബി തങ്ങൾ ഉദ്ഹിയ്യത്ത് അറുത്തു. ഖാല റസൂലുള്ളാഹി, തങ്ങൾ ഒരു വർഷം 66 എണ്ണം വരെ കൈകൊണ്ട് അറുത്തതായ ഹദീസുകളുണ്ട്. പെണ്ണുങ്ങൾ ഫാത്തിമ ബീവി അറുത്തതായി നമുക്ക് ഹദീസുകളിൽ കാണാം. ഉദ്ഹിയ്യത്ത് അറക്കൽ എന്ന സ്ത്രീകൾ ഉദ്ഹിയ്യത്ത് മറകത്തെ സ്വയം അറക്കാമോ? സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ അറക്കലില്ല. പക്ഷേ സ്ത്രീകൾക്ക് ഉദ്ഹിയ്യത്ത് മൃഗത്തെ സ്വയം അറക്കാവുന്നതാണെങ്കിലും സ്ത്രീ മറ്റൊരാളെ അറക്കാൻ ഏൽപ്പിക്കലാണ് കൂടുതൽ ഉത്തമം. പുരുഷന് സ്വയം അറുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. പെണ്ണുങ്ങള് നമ്മുടെ നാട്ടിൽ അറക്കലില്ല അല്ലേ? നിസ്കാരം 5 വഖത്ത് നിസ്കാരമുള്ള മുഅ്മിനായ മനുഷ്യൻ അറക്കാൻ അനുവദനീയമാണ്. ഫാത്തിമ ബീവി അറുത്തതായി ചരിത്രത്തിൽ കാണാൻ പറ്റും. ഉദ്ഹിയ്യത്ത് അറക്കാവുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ്? 5 വയസ്സുള്ള ഒട്ടകം, 2 വയസ്സായ കാള, പശു, ഇരുമ, പോത്ത്, കോലാട്, 1 വയസ്സ് പൂർത്തിയാവുകയോ 6 മാസത്തിനു ശേഷം പല്ല് കൊഴിഞ്ഞു പോവുകയോ ചെയ്ത് നെയ്യാട് എന്നിവയാണ് ഉദ്ഹിയ്യത്ത് അറക്കാവുന്ന മൃഗങ്ങൾ. കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ ഭാഗത്ത് ഉദ്ഹിയ്യത്തിന് കൊണ്ടുവന്ന പോത്ത് വെള്ളം കൊടുക്കാൻ അതിന് ഇടിവെട്ട് ഏറ്റു കഴിഞ്ഞ് അതിങ്ങനെ വെള്ളം കൊടുക്കാൻ വേണ്ടി ചെന്ന ആളുടെ കൊമ്പ് വെച്ച് ഒരൊറ്റ കുത്തിയിട്ട് ഹാർട്ടിന്റെ ഉള്ളിലേക്ക് തുളഞ്ഞേറി 5 ലക്ഷം അപ്പം തന്നെ വേണ്ടി വന്നു സർജറിക്ക്. നമ്മുടെ ഈ മൂവാറ്റുപുഴ കോതമംഗലം പള്ളിയിലെ ഖത്തീബിന്റെ ഭാര്യയുടെ ചേട്ടനെ അല്ലെ അബ്ദുസലാം ഖാസിമിയുടെ. അപ്പൊ ഉദ്ഹിയ്യത്തിന് പോത്തിനെ കൊണ്ടുപോയി കെട്ടി അങ്ങനെ ഉദ്ഹിയ്യത്ത് നെയ്യത്ത് ചെയ്ത് ആ പോത്തിന് ഇടിവെട്ടേറ്റു.
ഇടിമിന്നലേറ്റ പോത്ത് ആളടുത്തേക്ക് വന്നപ്പോ പിടിച്ച് കിച്ചില് നല്ല കൊടയിലും കൊടുത്ത് ഒറ്റ ഒറ്റ കുറ്റം കൊടുത്തപ്പോ കൊമ്പ് ചങ്കിന്റെ ഉള്ളിൽ ഹാർട്ടിന്റെ ഉള്ളിലേക്ക് കുത്തി കയറി. അങ്ങനെ 5 ലക്ഷം രൂപ അപ്പൊ തന്നെ കെട്ടിവെച്ച് സർജറി ചെയ്തു എന്നാണ്. അതിനെ കുറിച്ച് പറയാൻ നോക്കിക്കോ നിങ്ങൾ. നേർച്ചയാക്കിയ ഉദയത്തിന്റെ മാംസം സക്കാത്തിന്റെ 8 അവകാശികൾക്ക് നൽകാമോ? എല്ലാം സുന്നത്തായ നെയ്യത്ത് ചെയ്യുമ്പോ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരിക്കലും ഉളിയത്ത് നേർച്ചയായാലും നിർബന്ധമായാലും നേർച്ചയായ ഉളിയത്ത് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. ഇതെന്റെ സുന്നത്തായ ഉളിയത്താണ് എന്നാണ് നമ്മൾ നെയ്യത്ത് ചെയ്യേണ്ടത്. ഒരു ഉരുവിനെ മേടിച്ച് നിർത്തുമ്പോഴോ അല്ലെങ്കിൽ അറക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴോ നെയ്യത്ത് ചെയ്യണം. അല്ലാഹുവേ ഇതെന്റെ സുന്നത്തായ ഉളിയത്താണ്. സുന്നത്തെന്ന് തന്നെ പ്രത്യേകം കരുതണം. നേർച്ചയാക്കി കഴിഞ്ഞാൽ സക്കാത്തിന്റെ നോക്കിയത് ആർക്ക്? ഫക്കീർ, മിസ്കീൻ എന്നിവർക്ക് മാത്രമേ ഉളിയത്തിന്റെ മാംസം നേർച്ചയാക്കി കൊടുക്കാൻ പാടുള്ളൂ. മാത്രമല്ല അതിനകത്ത് നിന്ന് ഒരു കഷ്ണം പോലും നേർച്ചയാക്കിയ ആളോ കുടുംബക്കാരോ എടുക്കാൻ പാടില്ല. നേർച്ചയാക്കൽ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉളിയത്തിന്റെ നോക്ക് അതിനെ രാത്രിയിൽ ഉളിയത്ത് അറക്കാമോ? സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ പകല് മുഴുവനും ശക്തമായ മഴയാണ്. ഒരു രീതിയിലും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. പ്രളയ മുന്നറിയിപ്പൊക്കെ തന്ന് നമ്മളെന്താണ് കൊറോണ സമയത്താന്ന് വിചാരിക്കുക. കഴിഞ്ഞ പോലെ കൊറോണ സമയത്ത് ഉളിയത്തിന് നമ്മൾ എന്താ ചെയ്തത്? അപ്പൊ രാത്രിയിൽ ഉളിയത്ത് അറക്കാമോ ചോദ്യമാണ്. തുഹഫയിൽ രാത്രി തന്നെ അറുക്കേണ്ട ആവശ്യമോ പ്രത്യേകമായ വല്ല നേട്ടങ്ങളോ ഉണ്ടെങ്കിൽ രാത്രിയിൽ അറക്കാവുന്നതാണ്. കാരണമൊന്നുമില്ലെങ്കിൽ രാത്രിയിൽ അറക്കൽ കറാഹത്താണ്. എന്തെങ്കിലും തക്കതായ കാരണമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? രാത്രി അറക്കാം. അല്ലെങ്കിൽ രാത്രി അറക്കാൻ പാടില്ല, കറാഹത്താണ്. നേർച്ചയാക്കിയ ഉളിയത്തിന്റെ മാംസം സ്വന്തം ആവശ്യത്തിന് എടുക്കാമോ? നേർച്ചയാക്കി ഒരാൾ എന്ത് ചെയ്തു? മക്കളില്ല, മക്കളുണ്ടാവാൻ വേണ്ടി ഞാൻ ഈ വരുന്ന വലിയ പെരുന്നാളിന്റെ ഈ ഉരുവിന് ഞാൻ മക്കളുണ്ടാവാൻ വേണ്ടി ഉളിയത്താക്കി ഞാൻ നേർച്ചയാക്കി എന്നൊരാൾ നെയ്യത്ത് ചെയ്താൽ നേർച്ചയാക്കിയ ഉളിയത്തിന്റെ മാംസം സ്വന്തം ആവശ്യത്തിന് എടുക്കാമോ? എടുക്കാൻ പാടില്ല. മാംസവും തോലും കൊമ്പുമെല്ലാം അത് ദാനം ചെയ്യൽ നിർബന്ധമാണ്. നിർബന്ധമായും അത് ദാനം ചെയ്തിരിക്കണം. ഒരു കഷ്ണം പോലും അതിൽ നിന്ന് എടുക്കാൻ പാടില്ല. മുസ്ലിമിനെ എന്തായാലും കൊടുക്കാൻ പാടില്ല. നമ്മള് ഉളിയത്തിന്റെ എന്താണ് അതിന്റെ തോലോ എല്ലോ ഒരു സാധനം പോലും കൊടുക്കാൻ പാടില്ല. കഴിഞ്ഞ ദിവസം ഒരു സംശയം ചോദിച്ച ഒരു വീട്ടിൽ ചെന്നപ്പോ അത് നമ്മള് ഈ ഉളിയത്തിന്റെ ഭക്ഷണം തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അമുസ്ലിമായ ഒരാള് നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ കൊടുക്കാൻ പാടില്ല. എത്ര വലിയ കാഫിറിന്റെ ഉള്ളിൽ ഉളിയത്തിന്റെ മാംസം ചെല്ലാൻ പാടില്ല. മത്സരയിലെ വാഹനമാണ്, സ്വർഗവുമായി നിന്നെ ബന്ധിപ്പിക്കുന്നതാണ്. കാഫിറായ അമുസ്ലിമായ മുശ്രിക്കീങ്ങളായ ബഹുദൈവാരാധകരായ ആളുകളുടെ ഉള്ളിൽ അത് എത്താൻ പാടില്ലെന്നാണ്. അപ്പോ ഉളിയത്തിന്റെ മാംസം സ്വന്തം ആവശ്യത്തിനെടുക്കാൻ പാടില്ല. നേർച്ചയാക്കിയ മൃഗം നശിച്ചു പോയാൽ മറ്റൊരു മൃഗത്തെ അറക്കേണ്ടതുണ്ടോ? ഒരാള് ഉളിയത്തിന് നേർച്ചയാക്കി, ഈ മൃഗത്തെ എനിക്ക് മക്കളുണ്ടാവാൻ വേണ്ടി ഞാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞു. അങ്ങനെ പണ്ടൊരു ഉളിയത്തിന്റെ മൃഗം കിണറിൽ ചാടി ചത്തുപോയതുപോലെ നേർച്ചയാക്കിയ മൃഗം അവന്റെ എന്താണ് നശിച്ചുപോയി, ചത്തുപോയി. അങ്ങനെ ചത്തുപോയ പിന്നെന്താ ചെയ്യാ? അവന്റെ വീഴ്ച കാരണം നശിച്ചു പോയതാണെങ്കിൽ അതിന്റെ വിലയ്ക്ക് തന്നെ മറ്റൊരു മൃഗത്തെ വാങ്ങി അറുക്കണം. അവന്റെ വീഴ്ച കൂടാതെ നശിച്ചതാണെങ്കിൽ പകരം അറുക്കേണ്ടതില്ല. ഉളിയത്തിന്റെ മൃഗത്തെ നേർച്ചയാക്കി തൊഴുത്തി കെട്ടിയിരുന്നു. 2 കയറൊക്കെ കെട്ടിയ പോത്തിന് ഒരു കയർ അങ്ങോട്ടും ഒരു കയർ ഇങ്ങോട്ടൊക്കെ ഇട്ട് നേരം വെളുത്തപ്പോ അതിനെ കാണാനുള്ള എങ്ങോടെ പോയെന്ന് ഒരു പിടുത്തമില്ല.
അന്വേഷിക്കാവുന്ന സ്ഥലത്തോടൊക്കെ അന്വേഷിച്ചു, എല്ലായിടത്തോളം അന്വേഷിച്ചു, ഒന്നും കണ്ടില്ല. എന്നാ പിന്നെ എന്ത് ചെയ്യണ്ട, അവന്റെ കുറ്റം കൊണ്ടല്ല, അവൻ രണ്ട് കണ്ടാണ് വടവിട്ട് അങ്ങോട്ടും കെട്ടി ഇങ്ങോട്ടും കെട്ടി, ചിലപ്പോ ഓർമ്മ ഉത്തരത്തിലൊക്കെ കെട്ടിയിട്ടുണ്ടാവും. അപ്പൊ കെട്ടാത്തതിന്റെ കുഴപ്പമൊന്നുമല്ല, അവന്റെ വീഴ്ച കൊണ്ടല്ല. ചിലപ്പോ രാത്രി വല്ല കള്ളന്മാരും വന്നിട്ട് ഉള്ളിയത്താണോ അക്കീക്കത്താണോ കള്ളന്മാർക്ക് അറിയാവോ, പലയിടത്തും കാറിലൊക്കെ വന്നപ്പോ പശുവിനെ കടിച്ചു. ഈ അമ്പലക്കാളൊക്കെ നടക്കണ്ടല്ലോ, വലിയ വണ്ടിയായിട്ട് വന്നിട്ട് കാറിന്റെ ഡോറ് തുറന്നിട്ട് അതിന്റെ അകത്തേക്ക് തള്ളി കയറ്റി കൊണ്ടുപോകണത് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ രാത്രി കള്ളന്മാര് കക്കാൻ വന്നപ്പോ ഇത് ഉളിയത്താണോ, ഇത് അക്കീക്കത്താണോ, ഇത് നേർച്ചയാക്കിയതാണോ എന്ന് അവർക്ക് തോന്നിയില്ല. കെട്ടൊക്കെ അയച്ചു വിട്ട് വണ്ടി കയറ്റാൻ നോക്കി, സാധനം ചാടി ഓടി. അവന്റെ കുറ്റം കൊണ്ടല്ല, നശിച്ചു പോയാൽ അതങ്ങോട്ട് പോയിക്കോട്ടെ, ഒന്നും ചെയ്യേണ്ടതില്ല. നേർച്ചയാക്കിയ മൃഗം പ്രസവിച്ചാൽ കുട്ടിയെ എന്ത് ചെയ്യണം? നമ്മൾ നേർച്ചയാക്കി ആ മൃഗത്തെ നമ്മൾ ഉദയത്തിന് നെയ്യത്താക്കി മൃഗം പ്രസവിച്ചു എന്ന് വിചാരിച്ചു, എന്നാൽ ആ കുട്ടിയെയും മറക്കണമെന്നാണ് തോഫയിൽ പറയുന്നത്. ഗർഭമുള്ളതിന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉദയത്തായിട്ട് മേടിക്കാൻ പാടില്ല. എങ്ങനെയാണത് വന്നത്? വീട്ടിലൊരു ക്ലാവുണ്ടായി, ആ ക്ലാവുണ്ടായപ്പോ നമ്മൾ നെയ്യത്ത് ചെയ്ത് പഠിച്ചു വലുതായി കഴിഞ്ഞാൽ ഞാൻ ഇതിനെ വലുതായ 2 വയസ്സായ ഉദയത്തറത്തോളാണ് നെയ്യത്താക്കി. അങ്ങനെ 2 വർഷം കഴിഞ്ഞപ്പോ അതിന് ഗർഭമുണ്ടായി, വരാലോ, സംഭവിക്കാലോ. അപ്പൊ അങ്ങനെ അത് പ്രസവിച്ചു കഴിഞ്ഞാൽ, ഉദയത്തിന്റെ മൃഗം പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ കൂടി ഉദയത്തറക്കണമെന്നാണ്. നേർച്ചയാക്കിയ മൃഗത്തിന്റെ പാല് കുടിക്കാമോ? നെയ്യത്ത് ചെയ്ത വീട്ടിൽ നിർത്തിയ എരുമയാണ്, 10-15 ലിറ്റർ പാലുണ്ട്. അങ്ങനെ ഉദയത്തിന് നേർച്ചയാക്കിയ മൃഗത്തിന്റെ പാല് കുടിക്കാമോ? കുട്ടിയുടെ ആവശ്യം കഴിഞ്ഞ ബാക്കിയുള്ള പാൽ ഉടമസ്ഥന് കുടിക്കാം. എരുമയുടെ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയുടെ പാൽ കുടി കഴിഞ്ഞ് ബാക്കിയുള്ള പാൽ ഉടമസ്ഥന് കുടിക്കാമെങ്കിലോ ദാനം ചെയ്യലെന്നാണ്, ദാനം ചെയ്യുന്നതാണ് നല്ലത്. പാൽ വിൽക്കൽ ഹറാമാണ്, കച്ചവടം ചെയ്യാൻ പാടില്ല. ഉളിയത്ത് സ്വർഗമായി ബന്ധിപ്പിച്ചതാണ്. അതുകൊണ്ട് ഉളിയത്തിന്റെ മൃഗങ്ങളെ നിങ്ങൾ നന്നാക്കണേ. ഉളിയത്തിന്റെ മൃഗം സിറാത്ത് പാലത്തിലെ വാഹനമായിരിക്കുമെന്ന് പറയാറുണ്ട്. ഇത് ശരിയാണോ? അപ്പോഴാണ് അതിന് മറുപടി, ഉദയത്തിന്റെ മൃഗങ്ങളെ നിങ്ങൾ നന്നായി തടിപ്പിക്കണം, അതിനെ നിങ്ങൾ കൊഴിപ്പിക്കണം, അതിനെ നിങ്ങൾ ഭംഗിയാക്കണം. സിറാത്ത് പാലത്തിൽ അത് നിങ്ങളുടെ വാഹനമാണ്. കൊമ്പില്ലാത്ത മൃഗത്തെ ഉദയത്തറക്കുന്നത് ഉത്തമമല്ല എന്ന് പറയപ്പെടുന്നു. അത് ശരിയാണോ? കൊമ്പില്ലാത്ത മൃഗത്തെ ഉദയത്തറക്കാൻ പറ്റുമോ? അങ്ങനെ അറിയാണ്ട് ഉദയത്തറക്കാൻ പറ്റൂല എന്നൊക്കെ പറയേണ്ടത് ശരിയാണോ? മൃഗത്തിന് കൊമ്പില്ല എന്നത് മൃഗത്തിന്റെ ന്യൂനതയല്ല. ഒരു ജീവി പ്രസവിച്ചപ്പോ അതിന് കൊമ്പില്ല, പക്ഷെ അത് അതിന്റെ ന്യൂനതയല്ല. എന്നാൽ കൊമ്പ് പൊട്ടുകയോ അതിന്റെ നാശം മാംസത്തെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ന്യൂനതയാണ്. വലിയകാട്ട കൊമ്പുള്ള സാധനമാണ്, എല്ലാവരും കുത്തി തവിട് പൊടിയൊക്കെ. അപ്പൊ വീട്ടിലിരുന്ന വാപ്പ തൂമ്പയുടെ മാട് വെച്ച ഒറ്റ കൊട്ട് തല കൊമ്പയിലേക്ക് കൊടുത്തു, ഒരു കൊമ്പ് ഒടിഞ്ഞു. പക്ഷെ ഒടിഞ്ഞപ്പോ തലച്ചോറിലേക്ക് അതിന്റെ അകത്ത് പുഴു ചോരയൊക്കെ വന്നതാണ്. തലച്ചോറിന് ചെറിയൊരു ക്ഷതമൊക്കെ പറ്റി, പാവം അത് ചാവാറായി. അതിനെ കൊടുന്നുള്ളൂ ഈ തിരക്കാൻ പാടില്ല. മനസ്സിലായോ? അപ്പോ കൊമ്പില്ല എന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇന്ന് നമ്മുടെ ഒരു സുഹൃത്ത് ചോദിച്ചതാണ്, ഒരു ജീവിയുടെ കൊമ്പ് അതിന്റെ തലച്ചോറിലേക്ക് കയറുന്ന രീതിയിൽ വളർന്നു വന്നപ്പോ പണ്ട് കാരണന്മാര് പറഞ്ഞിട്ടുള്ളേ, പൊന്നു കാക്കാൻ മരമാണെങ്കിലും പൊരക്ക് ചാഞ്ഞ വെട്ടണം ഇടല്ലേ. പൊഞ്ഞു കാക്കാൻ മരമാണെങ്കിലും പെരയിലേക്ക് ചാഞ്ഞ് കഴിഞ്ഞ് വെട്ടിക്കളയണമെന്നാണ്. അപ്പൊ ആ ജീവിയുടെ കൊമ്പ് വളർന്ന് അതിന്റെ തന്നെ തലച്ചോറിന് കേടാകുന്ന രീതിയിൽ വന്നപ്പോൾ ആ ഒരു കൊമ്പിന്റെ മാത്രം അല്പം മുറിച്ചു കളഞ്ഞാൽ അത് ന്യൂനതയല്ല, അത് നമ്മൾ മനസ്സിലാക്കുക.
ഉളഹിയത്ത് മൃഗത്തെ അറക്കുമ്പോൾ ബിസ്മി ചൊല്ലുന്നതിന് മുമ്പും ശേഷവും വല്ലതും ചൊല്ലൽ സുന്നത്തുണ്ടോ? ബിസ്മി ചൊല്ലുന്നതിന് മുമ്പും ശേഷവും നമ്മൾ എന്താണ് അതിന്റെ മുമ്പ് തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ബിസ്മി ചൊല്ലി അറക്കുന്നതിന്റെ മുമ്പും തക്ബീർ, അതിന്റെ ശേഷവും തക്ബീർ. ഇത് ഉളഹിയത്ത് അഖീഖത്ത് പോലെയുള്ള ഇബാദത്തായി വരുന്ന എല്ലാ അറവിനും സുന്നത്താണ്. പറഞ്ഞല്ലോ, വലിയ ഒരു ഉരുവിനെ വാങ്ങിയിട്ട് എന്താണ് പ്രസവിച്ചു കിടക്കുന്ന തന്റെ കുഞ്ഞിന് അഖീഖത്തും അതുപോലെ ഉളഹിയത്തും രണ്ടിനും കൂടി നെയ്യത്ത്. സുന്നത്തായ എന്റെ കൊച്ചിന്റെ അഖീഖത്തും സുന്നത്തായ എന്റെ ഉളഹിയത്തുമാണെന്ന് വലിയ ഒരു മൃഗത്തിൽ ഒരാൾ കരുതിയാൽ അത് സാധുവാകുന്നതാണ്. ഒരു വലിയൊരു ഉരുവിനെ വാങ്ങി ഈ രണ്ട് നെയ്യത്ത് ചെയ്താലും അത് അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്. നോക്കൂ, നിങ്ങൾ മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ഉളഹിയത്ത് അറക്കാമോ? നല്ലൊരു ചോദ്യം. മരിച്ച ആളുകൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ഹജ്ജിനൊക്കെ പോകാറുണ്ടല്ലേ, മരിച്ചവർക്ക് വേണ്ടി. പക്ഷേ മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ഉളഹിയത്ത് അറക്കാമോ? മരിച്ചവർക്ക് വേണ്ടി ഉളഹിയത്ത് അറക്കണമെങ്കിൽ എന്താണ് മരണത്തിന് മുമ്പ് അയാളുടെ വസിയത്ത് ഉണ്ടായിരിക്കണം. മരിക്കുന്നതിന് മുമ്പ് വാപ്പ പറഞ്ഞിട്ടുണ്ട്, മോനെ വാപ്പാക്ക് ജീവിതകാലത്ത് ഉളഹിയത്ത് അറക്കാൻ പറ്റിയിട്ടില്ല, മോൻ വാപ്പ മരിച്ചു കഴിഞ്ഞാൽ മോൻ എന്ത് ചെയ്യണം, വാപ്പാക്ക് വേണ്ടി ഉളഹിയത്ത് അറക്കണമെന്ന് മോൻ മരിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു മക്കളെ വിളിച്ച് വസിയത്ത് ചെയ്താൽ ആ വസിയത്ത് നമുക്ക് നടപ്പിലാകാം. അതല്ലാതെ അറുത്താൽ അത് ഉളഹിയത്തായി പരിഗണിക്കൂല. ഔ കമാ ഖാല റസൂലുള്ളാഹി. മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി നമ്മൾ ഹജ്ജ് ചെയ്യാം, ഉംറ ചെയ്യാം. എന്നാൽ എന്ത് ചെയ്യാൻ പാടില്ല, ഉളഹിയത്ത് ഒരു വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഉളഹിയത്ത് അറക്കാൻ പാടുള്ളൂ. തീർന്നില്ല. 7 ആടുകൾ അറുക്കലാണോ ഒരു ഒട്ടകത്തെ അറുക്കലാണോ കൂടുതൽ ഉത്തമം? ഒരു ഒട്ടകത്തെ അറക്കുന്നതിനേക്കാൾ ഉത്തമം 7 ആടുകൾ അറക്കുന്നതാണ്. 7 പേര് കൂടി 7 ആടിനെ മേടിച്ചു. ഒരാൾ ഒറ്റയ്ക്ക് എന്താണ് വലിയ കാട്ടൊരു ഒട്ടകത്തെ കൊണ്ടുവന്നു. എന്നാൽ ഏതാ കൂലി കൂടുതൽ? 7 ആടുകളെ അറക്കുന്നതാണ്. കൊമ്പ് മുറിഞ്ഞ മൃഗത്തെ ഉളഹിയത്ത് അറക്കാമോ? കൊമ്പ് മുറിഞ്ഞതും ജന്മനാ കൊമ്പില്ലാത്തതും അറക്കാമെന്നുള്ളതാണ്. കൊമ്പുള്ളതാണ് ഉത്തമമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം. കൊമ്പ് മുറിച്ചത് കൊണ്ട് അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ അതിന്റെ ശരീരത്തിലേക്കോ അതിന്റെ തലയിലേക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്താണ് അതിന്റെ മാംസത്തിന് ബുദ്ധിമുട്ടോ കേടോ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് അറക്കാൻ പാടില്ലാത്തത്. അതല്ലാതെ അല്പം കൊമ്പ് മുറിച്ചത് കുഴപ്പമില്ല. ഏത് നിറത്തിലുള്ള മൃഗത്തെയാണ് ഉളഹിയത്ത് അറക്കൽ കൂടുതൽ ഉത്തമം? വെള്ള നിറമെന്നാണ് കാലത്തൊക്കെ വെള്ള നിറത്തിലുള്ള അല്ലെങ്കിൽ ചുവന്ന നിറത്തിലുള്ള ഒട്ടകങ്ങളൊക്കെയാണ് അറുത്തുകൊണ്ടിരുന്നത്. നമുക്ക് ഇവിടെ അങ്ങനെ വെള്ള നിറമുള്ള പോത്തില്ല. അതുകൊണ്ട് ഉള്ളതിൽ ഏറ്റവും ഭംഗിയുള്ളതും അഴകുള്ളതും ഏറ്റവും എന്താണ് സുന്ദരമായതുമാണ് നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് നമ്മൾ അറക്കുന്നത്. ഒരാൾ വീട്ടിൽ നമ്മൾ ഒരു ഉളഹിയത്ത് അറക്കുമ്പോൾ എന്താണ് ഉളഹിയത്തിന്റെ പ്രതിഫലത്തിൽ വീട്ടിലുള്ളവരെ പങ്കു ചേർക്കാമോ? നമ്മൾ 7 കൂട്ടുകാരന്മാരോടി ഒരു ഉരുവിനെ അറക്കുവാണ്. എന്നാ വീട്ടിലിപ്പോ ഞാൻ വാങ്ങിയേക്കണ ഉരുവിന്റെ ആ ഉളഹിയത്തിന്റെ പ്രതിഫലത്തിൽ പങ്കു ചേർക്കാൻ, ഉളഹിയത്തിൽ പങ്കെടുക്കാൻ പാടില്ല. 8 പേര് കൂടി ഒരു മൃഗത്തെ മേടിച്ചാലും അല്ലെങ്കിൽ 2 മൃഗത്തെ മേടിച്ചാലും അത് ഉളഹിയത്തായി സ്വീകരിക്കില്ല. 1, 3, 5, 7 ഈ 7 കണക്കല്ലാതെ 8 പേര് കൂടി 2 ഒട്ടകത്തെ മേടിച്ചറച്ചാലും അത് ഉളഹിയത്താവൂല. 7 പേരിൽ ഒരാൾ കരുതി ഞാൻ ഈ അറക്കുന്ന ഉളഹിയത്തിന്റെ പ്രതിഫലം, അതിന്റെ കൂലി എന്റെ മക്കൾക്കും എന്റെ ഭാര്യയ്ക്കും കൂടി കരുതാമോ എന്നതാണ് ചോദ്യം.
ഉളിയത്തിലല്ല, ഉളിയത്തിന്റെ കൂലിയിൽ കരുതാമോ? കരുതാമെന്നാണ്. വീട്ടിലുള്ള എല്ലാവരെയും കരുതണമെങ്ങനെ? ഞാൻ ഈ അറക്കുന്ന ഉളിയത്തിന്റെ പ്രതിഫലത്തിൽ എന്റെ ഭാര്യയെയോ എന്റെ മക്കളെയോ കഴിവില്ലാത്ത എന്റെ മാതാപിതാക്കളെയും കൂടി ഞാൻ മനസ്സിൽ കരുതുന്നു. ഉളിയത്തിന്റെ പ്രതിഫലത്തിന്റെ ആ കൂലി അവർക്കും കൂടെ കിട്ടുമെന്നതാണ്. അപ്പൊ പിന്നെ എന്താണ് താടി രോമങ്ങളും മറ്റു രോമങ്ങളൊക്കെ നീക്കുന്നത് ശ്രദ്ധിക്കണം. ഇനിയോ ഉളിയത്തിനെയോ അക്കീഖത്തിനെയും ഉദ്ദേശിച്ച് ഒരു പശുവിനെന്നാണ് ഒരു വിര അറുത്താൽ അത് സഹിയാകുമെന്നാണ് തുഹഫയിൽ. ഉളിയത്തിന്റെ മാംസം വേവിച്ചാൽ അമുസ്ലിമിന് നൽകാമോ? വേവിച്ചാലും കറി വച്ചാലും അല്ലാതെയോ ഒരു കഷ്ണം പോലും അമുസ്ലിമിന് കൊടുത്തുകൂടാ. ഉളിയത്തിന്റെ എല്ലാ നിബന്ധനകളും മൊത്തം ഒരു മാടിന്റെ 1/7 ഭാഗം മാത്രം ഉളിയത്താണെന്ന് നിയ്യത്ത് ചെയ്ത് അറുത്താൽ അത് ഉളിയത്തായി അംഗീകരിക്കപ്പെടുമോ? ഒരു മൃഗത്തെ മേടിച്ചിട്ട് അതിന്റെ 1/7 ഉളിയത്താണെന്ന് നിയ്യത്ത് ചെയ്തു. ഒരു മൃഗത്തിന്റെ 1/7 മാംസം ഉളിയത്താണെന്ന് ഒരാൾ നിയ്യത്ത് ചെയ്താൽ കൃത്യമായ പോത്തിന്റെ എണ്ണം എന്താണ്? കിലോ എടുത്തിട്ട് അതിന്റെ 1/7 എന്താണ്? ഞാൻ ഇത് ഉളിയത്താണെന്ന് ഒരാൾ മനസ്സിൽ കരുതി കഴിഞ്ഞാൽ ആ ഉളിയത്ത് സഹിയാവുന്നതാണ്. ആ 1/7 വിഹിതം കൃത്യമായി ഉളിയത്ത് പോലെ ഉളിയത്തിന്റെ നിബന്ധനകൾ പാലിച്ച് അതിന്റെ അർഹരായ ആളുകൾക്ക് എത്തിച്ചു കൊടുത്താൽ അവന്റെ ഉളിയത്ത് സഹിയാകുമെന്നാണ്. പെരുന്നാൾ ദിവസം സൂര്യൻ ഉദിച്ച് 7 മുഴം ഉയർന്ന പെരുന്നാൾ ദിവസത്തിലാണ് മഴ ഉയർന്ന ശേഷം 2 റക്അത്ത് നിസ്കാരത്തിന്റെയോ ലഘുവായ 2 ഖുത്ബയുടെയും സമയം കഴിഞ്ഞത് മുതലാണ് എന്താണ് ഉളിയത്ത് അറക്കൽ സുന്നത്തായ സമയം. ദുൽഹജ്ജിന്റെ 1 ദുൽഹജ്ജിന്റെ പെരുന്നാൾ ദിവസം മുതൽ അയ്യാമു തശ്രീഖിന്റെ 3 ദിവസം, അതായത് ദുൽഹിജ്ജന്റെ 13-ന്റെ സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ് ഉളിയത്ത് അറക്കൽ സുന്നത്തായ സമയം. ഇനി കടമുള്ള ആൾക്കാർ ഉളിയത്ത് കൊടുക്കണോ? അല്ലോ കടവും വിലയൊക്കെ മേടിച്ച് ഒരുപാട് നാട്ടില് പലർക്കും കടം കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള ആള് കൂട്ടുകാരന്മാരൊക്കെ ഉളിയത്ത് അറുത്തപ്പോ എന്തെങ്കിലും ആയിട്ട് പണ്ടാരടക്കാൻ ഒടുക്കത്തിയാവാന്ന് ഞാനും കൂടാതെ പറഞ്ഞ് പുള്ളിയായിട്ട് ഒരു ഷെയർ കൂടി. അങ്ങനെ ഉളിയത്ത് അറക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഉളിയത്ത് അറക്കേണ്ട ആവശ്യമില്ല. കടമുള്ളവൻ സുന്നത്തായ ഉളിയത്ത് അറക്കാൻ പാടില്ല. ഈ ദുനിയാവിൽ 5 കാര്യങ്ങൾ ഉടനെ നിർവഹിക്കേണ്ടതാണ്. ഒന്നൊരാൾ കടം വാങ്ങിയാൽ ഉടനെ തന്നെ അത് തിരിച്ചു കൊടുക്കണമെന്നാണ്. സമയമായാൽ ഉടനെ നിസ്കരിക്കണമെന്നാണ്. അതുപോലെ പിന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ മയ്യത്തിനെ കബറടക്കണമെന്നാണ്. പിന്നെയോ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ പെണ്ണിനെ എത്രയും പെട്ടെന്ന് മറ്റൊരാളെ ഏൽപ്പിച്ച് വിവാഹം കഴിപ്പിക്കണമെന്നാണ്. 5ാമത് പറയുന്നു, നിങ്ങൾ തെറ്റ് ചെയ്താൽ ഉടനെ തൗബ ചെയ്യണേ. ശഫീഉനാ റസൂലുള്ളാഹി. ഈ 5 കാര്യത്തിന് ധൃതി കൂടി പെട്ടെന്ന് ചെയ്യണം. ആ 5 കാര്യത്തിൽ കടമുണ്ട്, കടമുള്ളവൻ കടം കൊടുത്തു വീട്ടട്ടെ, അവൻ ഉളിയത്ത് അറക്കേണ്ടതില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉളിയത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉളിയത്തിന് അനുവദനീയമല്ലാത്ത മൃഗത്തിന്റെ ന്യൂനതകൾ എന്തെല്ലാം? ചെവി മുറിഞ്ഞത് പാടില്ല, മുറിവുള്ളത് പറ്റൂല, മുടന്തുള്ളത് പറ്റൂല, കണ്ണില്ലാത്തത് പറ്റൂല, കാഴ്ചയില്ലാത്ത ജീവി പറ്റൂല, കൂടുതൽ മെലിഞ്ഞതാണ്, കാണാൻ ഒരു അഴകില്ല, ഒരു ചന്തവുമില്ല, മെലിഞ്ഞൊട്ടിയതാണ്, അത് ഉളിയത്തിന് പറ്റൂല. ചെവിയോ നാവോ വാലോ അകിടോ പൂർണ്ണമായോ ഭാഗികമായോ മുറിക്കപ്പെട്ടത് പറ്റൂല. ചെവി, നാവ്, അതുപോലെ വാല്, ഇതെല്ലാം അതുപോലെ അകിട് പൂർണ്ണമായോ ഭാഗികമായോ മുറിക്കപ്പെട്ടത് പറ്റൂല. ഗർഭമുള്ളത് പറ്റൂല, പല്ല് പൊട്ടിയത് പറ്റൂല, പല്ല് കൊഴിഞ്ഞത് പറ്റൂല, ചെവി ഇല്ലാത്തത് പറ്റൂല, ചെവി പൂർണ്ണമായും കുഴഞ്ഞത് പറ്റൂല. മുതലായവയാണ് ഉളിയത്ത് അറക്കാൻ പറ്റാത്ത മൃഗത്തിന്റെ ന്യൂനതകൾ.
പറഞ്ഞ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആ മൃഗത്തിനെ ഉളഹിയത്തായി കാണാൻ പറ്റൂല, അത് അല്ലാഹു സ്വീകരിക്കില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ നിന്ന് ഉളഹിയത്തുണ്ടെങ്കിൽ ആ ഉളഹിയത്തിന്റെ പ്രതിഫലം എന്റെ ഭാര്യയ്ക്കും എന്റെ മക്കൾക്കും എന്റെ കുട്ടികൾക്കും ഉണ്ടാകാമെന്ന് മനസ്സിൽ എന്ത് ചെയ്യുക, നെയ്യത്ത് ചെയ്താൽ അവർക്കും കൂടെ അതിന്റെ പ്രതിഫലം കിട്ടുമെന്നാണ്. അല്ലാഹു തആല നല്ല രീതിയിൽ ഭംഗിയായി തന്നെ നമ്മുടെ ഉരുവിനെ കറക്കാനും അതിന്റെ അർഹരായ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനുമെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ, മരണപ്പെട്ട കാരണന്മാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ 200 രൂപ, മരണപ്പെട്ട പിതാവിനും ലൈസൻസ് ലഭിക്കുവാനും മുറാദുകൾ ഹാസിലാവാനും ദർസിൽ പഠിക്കുന്ന മകന് വേണ്ടിയും പിതാവിന്റെ ജോലിയും ബർക്കത്തിന് വേണ്ടിയും ദുആ ചെയ്യാൻ 100 രൂപ, ദുആ ചെയ്യുന്നതിന് വേണ്ടി ഒരു സഹോദരൻ 650 രൂപ, ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ 100 രൂപ, ഗൾഫിൽ ജോലി അന്വേഷിക്കുന്ന മകന് വേണ്ടി ദുആ ചെയ്യാൻ നല്ല ജോലി ലഭിക്കാൻ 100 രൂപ, സഹോദരി ഭർത്താവിന് പനി കൂടി ഹോസ്പിറ്റലിലാണ്, എത്രയും വേഗം സുഖം പ്രാപിക്കാൻ വേണ്ടി 200 രൂപ, പരീക്ഷ എളുപ്പമാക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ 50 രൂപ, അതുപോലെ നമ്മുടെ ടിൻ കളക്ഷന് വേണ്ടി അതിലേക്ക് പൈസ നിക്ഷേപിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അതുപോലെ ഭക്ഷണം പാകം ചെയ്ത ആള്, അതുപോലെ ഇന്ന് സ്വലാത്തിലേക്ക് ഭക്ഷണം നൽകിയ സഹോദരന് ഒക്കെ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم وصل وبلغ مثل ثواب ما قرأناه من القرآن العظيم هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة روح نبينا وحبيبنا محمد صلى الله عليه وسلم وإلى حضرات أرواح آبائه وإخوانه من الأنبياء والمرسلين وإلى حضرات أرواح آبائنا وأقربائنا وأمهاتنا هذا خاصة وإلى أرواح أموات المسلمين عامة إنك على كل شيء قدير. أرحم الراحمين يا രാജ സയ്യിദായ മലിക്കുൽ ജബ്ബാറായ റഹ്മാനെ, ഈ സ്വലാത്തിലേക്ക് വന്നവരെ സ്വീകരിക്കണ റബ്ബേ. ഈ നാട്ടിലെ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ പിഞ്ചോമനകൾ ഈ പള്ളിയിലുണ്ട്, സ്വീകരിക്കണേ റബ്ബേ. ഈ മജ്ലിസിനെ നീ കബൂലാക്കണ റബ്ബേ. ഇതിലേക്ക് ആദിയാകൾ ചെയ്തവരെ നീ സ്വീകരിക്കണ റഹ്മാനെ. അവരുടെ മുറാദുകളെ നീ ഹാസിലാക്കണ അല്ലാഹ്, അവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ ഉളഹിയത്തുകളെ നീ കബൂലാക്കണേ റബ്ബേ. അല്ലാഹുവേ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനായി നാട്ടിൽ നിന്നും പോയ ഫരീദ് സാഹിബും കുടുംബവും അല്ലാഹുവേ, അവരുടെ ഉംറകൾ സ്വീകരിക്കണേ റബ്ബേ. അവരുടെ ഹജ്ജുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. മഖ്ബൂലും മർദിയുമായ ഹജ്ജും ഉംറയും സിയാറത്തും ആ കുടുംബത്തിന് നടത്താനുള്ള ഭാഗ്യം കൊടുക്കണം അല്ലാഹ്. കമാലിയ കുടുംബത്തിന് അതിന്റെ ഭാഗ്യം കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ, വെള്ളക്കാമറ്റും ഷാനവാസ് എന്ന സഹോദരനും കുടുംബവും അവിടെയാണ്. അല്ലാഹുവേ, മഖ്ബൂലും മർദിയുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള ഭാഗ്യം കൊടുക്കണം അല്ലാഹ്. ഈ നാടിന് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യാനുള്ള മനസ്സ് കൊടുക്കണം റബ്ബേ. അല്ലാഹുവേ, പള്ളിയിലേക്ക് ഇന്നത്തെ ഭക്ഷണത്തിലേക്ക് പൈസ നൽകിയ സഹോദരനെ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ, എന്തെന്ത് മുറാദാണെങ്കിലും ഹാസിലാക്കണേ റബ്ബേ. എന്തെന്ത് രോഗമാണെങ്കിലും ശിഫയാക്കണേ റബ്ബേ. അല്ലാഹുവേ, പ്രയാസങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുത്തല്ലേ റഹ്മാനെ. വരുമാന മാർഗങ്ങളിൽ ബർക്കത്ത് ചൊരിയണേ റബ്ബേ. കുടുംബജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. മക്കളെയും പേരമക്കളെയും അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കടം കൊണ്ട് പ്രയാസപ്പെടുന്നു. ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, രോഗങ്ങൾ മാറാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, നീ സ്വീകരിക്കണേ റബ്ബേ. എന്തെന്ത് രോഗമാണെങ്കിലും നീ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നീ ശിഫയാക്കണേ റബ്ബേ. അല്ലാഹുവേ, നമ്മുടെ പിഞ്ചോമനകൾ ഈ സദസ്സിൽ വന്നിരിപ്പുണ്ട്. നാളെ അവരുടെ വിദ്യാലയങ്ങൾ തുറക്കുകയാണ്. അല്ലാഹുവേ, പഠനങ്ങൾ എളുപ്പമാക്കണേ അല്ലാഹ്. ഒരു ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ പേരമക്കളെയും നീ പഠിത്തല്ലേ അല്ലാഹ്. ഉന്നതമായ വിദ്യാഭ്യാസം ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കണം റബ്ബേ. ഭൗതികവും ആത്മീയവുമായ വിദ്യാഭ്യാസങ്ങൾ കൊടുത്ത് അനുഗ്രഹിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഇവിടെ കളക്ഷൻ വന്നപ്പോൾ അതിൽ പൈസ
നിക്ഷേപിച്ചവരുണ്ട്. സ്വീകരിക്കണേ റബ്ബേ, മുറാദുകൾ ഹാസിലാക്കണേ റബ്ബേ. അല്ലാഹുവേ അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കണേ റബ്ബേ. അവിടെ ഹൃദയ രോഗങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് ഹൃദയ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, ഗുളിക കഴിക്കുന്നവരുണ്ട്. ശിഫ കൊടുക്കണേ അല്ലാഹ്, സലാമത്ത് കൊടുക്കണേ അല്ലാഹ്, ശരീരത്തിന് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ നമ്മുടെ മക്കളുടെ പരീക്ഷകൾ എളുപ്പമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഭർത്താവിന്റെ സഹോദരി ഭർത്താവിന് പനി കൂടി ഹോസ്പിറ്റലിലാണ്, സുഖം പ്രാപിക്കണേ അല്ലാഹ്, സലാമത്ത് കൊടുക്കണേ റബ്ബേ, ശിഫ കൊടുക്കണേ റബ്ബേ. നിസ്സാരമായ പനി പോലും തന്ന് നീ ഞങ്ങളാരെയും പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഗൾഫിൽ ജോലി അന്വേഷിക്കുന്ന മകന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നീ ഹലാലായ ജോലി കൊടുക്കണം അല്ലാഹ്, ഖൈറായ ജോലി കൊടുക്കണം അല്ലാഹ്, ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കാൻ ഉതകുന്ന ജോലി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജോലികളിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്, ഞങ്ങളുടെ വരുമാന മാർഗങ്ങളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്, ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ റബ്ബേ. ഈ സ്വലാത്ത് അൽഖയിൽ വന്നിരുന്നുകൊണ്ട് നിന്റെ ദർബാറിലേക്ക് ഉയർത്തുന്ന കരങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിന്റെ അകത്തളങ്ങളിൽ നീറുന്ന 1000 പ്രശ്നങ്ങളുണ്ട്, എല്ലാം സലാമത്താക്കണേ അല്ലാഹ്. മകന്റെ കേസുമായി നടക്കുന്ന സഹോദരനുണ്ട്, നീ എളുപ്പമാക്കണേ അല്ലാഹ്, വിധി നീ അനുകൂലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ നാട്ടിൽ ഉലഹിയത്ത് അറക്കാൻ നിയ്യത്ത് ചെയ്തവരുണ്ട്, അത് നീ ഹാസിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവരുടെ സ്വർഗീയ വാഹനമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ അതിന്റെ സമ്പത്ത്, അതിന്റെ ബറക്കത്ത് അവരുടെ സമ്പത്തിൽ നീ കൊടുക്കണേ റബ്ബേ. അവരുടെ വരുമാന മാർഗങ്ങളിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. അല്ലാഹുവേ ഒരു ശേറങ്ങാനും കൂടാൻ പറ്റിയവർക്ക് അടുത്ത വർഷം ഒറ്റക്കറക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ അല്ലാഹ്. ക്യാൻസർ, ട്യൂമർ പോലെയുള്ള രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഒരു പൊന്നുമോൻ ട്യൂമർ കാരണം സഹനാണ് വിഷമം അനുഭവിക്കുന്നു, ഉപ്പ ദുആ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു, സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ആ പൊന്നുമോന് നല്ല ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് നീ പൊറുക്കണേ അല്ലാഹ്. ഈ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന അവരുടെ കബറിടങ്ങൾ നീ സ്വർഗമാക്കണേ അല്ലാഹ്. ലൈസൻസ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു, നീ സ്വീകരിക്കണേ റബ്ബേ. എത്രയും വേഗത്തിലും എളുപ്പത്തിലും യാതൊരു തടസ്സവും കൂടാതെ അത് നീ ഹാസിലാക്കണേ റബ്ബേ. അല്ലാഹുവേ ദർസിൽ പഠിക്കുന്ന പൊന്നുമോന് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഭർത്താവിന്റെ ജോലിയിൽ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു, നീ ബറക്കത്തിലാക്കണേ അല്ലാഹ്. മുതഅല്ലിമിലെ ഉഖറവിയായ പണ്ഡിതന്മാരിൽ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. ഇവിടുത്തെ ഉസ്താദന്മാരെ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവരുടെ മക്കളെ അനുഗ്രഹിക്കണേ റബ്ബേ, അവരുടെ ഭാര്യമാരെ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവരുടെ ഉസ്താദന്മാരെ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ സുഖമില്ലാത്ത അവിടുത്തെ മാതാപിതാക്കൾക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ പള്ളി പരിപാലന കമ്മിറ്റിക്കാരെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അവരുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. ഇതിനു വേണ്ടി ഓടി നടക്കുന്ന ഇതിന്റെ പരിപാലകര് റബ്ബേ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ അവർ ചെയ്യുന്നതെല്ലാം സേവനമാണ്, നിന്റെ ദീനീ സ്ഥാപനത്തിന് വേണ്ടി ചെയ്യുന്ന മുഴുവൻ അമലുകളും സ്വീകരിക്കണേ അല്ലാഹ്. മുഴുവനും നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പള്ളിക്ക് അസ്തവാരമിട്ടവര്, ഈ പള്ളിക്ക് വേണ്ടി തറക്കല്ലിട്ടവര്, ഇതിനു വേണ്ടി ഇന്നോളം പരിശ്രമിച്ചവര്, ഇതിനു വേണ്ടി ഓടി നടന്നവര്, ഇതിന് ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുത്തവര്, അല്ലാഹുവേ ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്നവര് എല്ലാവരെയും സ്വീകരിക്കണേ അല്ലാഹ്. ഈ നാട്ടിലെ ഉമ്മമാരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് പകരമായി സ്വർഗീയ ഭക്ഷണങ്ങൾ കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ അവരുടെ കുടുംബങ്ങളിൽ നിന്നും ദാരിദ്ര്യം നീ തുടച്ചു നീക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവിടെ ചോറ് മേടിക്കുന്ന പ്രായം ചെന്ന സഹോദരനാണ്, ആ ഉപ്പയെ നീ സഹോദരനെ സഹായിക്കണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്ത് ആരോഗ്യം കൊടുക്കണേ റബ്ബേ. ഭക്ഷണം പാകം ചെയ്ത സഹോദരനുണ്ട്,
അല്ലാഹുവേ നീ ശിഫ കൊടുക്കണം അല്ലാഹ്, മുറാദുകൾ ഹാസിലാക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ഓരോരുത്തരെയും എന്തെല്ലാം മുറാദുകളുണ്ടോ അവകളെല്ലാം നീ ഹാസിലാക്കണം അല്ലാഹ്, അതെല്ലാം നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. സ്ഥലം വാങ്ങുന്നതിലേക്ക് സ്വർണം തന്ന സഹോദരിമാരുണ്ട്, സ്വീകരിക്കണേ അല്ലാഹ്, ജാരിയായ സദഖയാക്കണേ അല്ലാഹ്. സ്ഥലം ഏറ്റെടുത്തവരുണ്ട്, സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ ഓഫർ ചെയ്തവരുണ്ട്, കബൂലാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.